മകം, പൂരം, ഉത്രം, ചിത്തിര, ചോതി, വിശാഖം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന 4 രാശിക്കാർക്ക് വേദജ്യോതിഷപ്രകാരം ഏപ്രിൽ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്ന ദിവസമാണ്. ശനിയുടെ സ്ഥാനത്തിനനുസരിച്ചും ശനി നൽകുവാൻ പോകുന്ന ഫലങ്ങൾക്കനുസരിച്ചും ഈ 11 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് ഏപ്രിൽ 15-ാം തീയതിയോടെ വരുവാൻ പോകുന്നത് നിങ്ങളുടെ ചിന്തകൾക്കും അതീതമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ശനി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്ന ശരിതെറ്റുകൾക്കനുസരിച്ചും എല്ലാ പ്രവൃത്തികൾക്കനുസരിച്ചും ഫലങ്ങൾ നൽകുന്ന ദേവനാണ്. ശനിയുടെ അനുഗ്രഹം ജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ സംഭവിക്കുവാൻ പോകുന്നതെല്ലാം മഹാത്ഭുതങ്ങളായിരിക്കും. അപ്പോൾ ശനി നൽകുവാൻ പോകുന്ന ഫലങ്ങൾക്കനുസരിച്ച് ഈ 4 രാശിക്കാർക്കും ഏപ്രിൽ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യമായി ശനി നൽകുവാൻ പോകുന്ന ഫലങ്ങൾക്കനുസരിച്ച് വളരെ വിശേഷതകളുള്ള പല കാര്യങ്ങളും ഏപ്രിൽ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാർക്ക് ഏപ്രിൽ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ആത്മവിശ്വാസവും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. എന്നാൽ ഈ ഏപ്രിൽ 15-ാം തീയതി ചൊവ്വാഴ്ച ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുന്നത് ശ്രദ്ധിച്ചു വേണം. അതായത് പുറമെ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ തോൽവി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വളരെ പോസിറ്റീവായി എല്ലാ കാര്യങ്ങളെയും കാണുവാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ചുറ്റും നിന്ന് നെഗറ്റിവിറ്റി മാത്രം നിറഞ്ഞു നിൽക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നവരെയും പരമാവധി ഒഴിവാക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരേണ്ട പല നേട്ടങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് മറ്റുള്ള എല്ലാ നേട്ടങ്ങളും തീർച്ചയായും വന്നു ചേരും. അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി ഏപ്രിൽ 15-ാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ഇത് ഏറ്റവും നല്ല ഒരു ദിനമാണ്. നിങ്ങളുടെ ഭാവിക്ക് ഉതകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും തീർച്ചയായും നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ഏപ്രിൽ 15-ാം തീയതി ചിങ്ങം രാശിക്കാർ വെള്ള നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളിലേക്ക് കൂടുതൽ ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇടയാക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചില ചിങ്ങം രാശിക്കാർക്ക് കുറച്ച് പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും അതിനെയെല്ലാം നിങ്ങൾക്ക് നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിയെപ്പറ്റി ഓർത്തും വരുമാന സ്രോതസ്സിനെ പറ്റി ചിന്തിച്ചും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചേർന്ന് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ തുടങ്ങുവാൻ ഏറ്റവും നല്ല ഒരു സമയമാണ് ഇത്. അതുപോലെ തന്നെ വളരെ കൃത്യതയോടെ പല കാര്യങ്ങളും 15-ാം തീയതി മുതൽ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചെയ്യുവാൻ കഴിയുന്നതിനാൽ നിങ്ങൾ പോലും മനസ്സിൽ വിചാരിക്കാത്ത തരത്തിൽ പെട്ടെന്നുള്ള ചില ഉയർച്ചകളും
അഭിനന്ദന പ്രവാഹങ്ങളും നിങ്ങളെ തേടിയെത്തും. അതുപോലെ തന്നെ ചിങ്ങം രാശിയിൽ വരുന്ന ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം തന്നെ മടുത്ത അവസ്ഥയിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്നുണ്ട്. അതായത് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും കുടുംബത്തിൽ കലഹങ്ങളും ഐക്യതയില്ലാത്ത അവസ്ഥയുമെല്ലാം നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ചെറിയ വിട്ടുവീഴ്ചകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കുടുംബവും നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ഏപ്രിൽ മാസം 15-ാം തീയതി മുതൽ നിങ്ങളുടെ ഭവനത്തിൽ ശാന്തിയും സമാധാനവും ഇപ്പോഴുള്ളതിലും അധികമായി അനുഭവപ്പെട്ടു തുടങ്ങും. അതിനാൽ തന്നെ ഇത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സന്തോഷം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഇനി രണ്ടാമതായി ഏപ്രിൽ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച ശനി നൽകുന്ന ഫലങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ എണ്ണിയാൽ തീരാത്തത്ര മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന രാശിക്കാർ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. അപ്പോൾ തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഏപ്രിൽ മാസം 15-ാം തീയതിയോടെ പല കാര്യങ്ങളിലും വളരെ വ്യക്തതയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാനും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ അടിത്തറയായി മാറുവാനും ഇടയാകുന്ന സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. മാത്രമല്ല വളരെ നാളുകളായി സ്വന്തമായി ഒരു ജോലിയില്ലാതെ കുടുംബഭാരവും കടബാധ്യതകളും കൊണ്ട് വളരെയധികം തലപുകഞ്ഞ് ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരുന്ന നിരവധി തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും സ്വന്തമായി ഒരു ജോലി കണ്ടെത്തുവാനുള്ള പരിശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഏറ്റവും നല്ല ഒരു ദിവസമാണ് ഇത്. തീർച്ചയായും ഭാഗ്യം നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു റിസൾട്ട് കാണുവാൻ കഴിയുമെന്നുള്ളതിൽ സംശയമേ വേണ്ട. അതോടൊപ്പം തന്നെ തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുള്ള ഭവനങ്ങളിൽ ചില മംഗളകരമായ കാര്യങ്ങൾ ഏപ്രിൽ 15-ാം തീയതി സംഭവിക്കുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും മനസ്സമാധാനവും സന്തോഷവും നിങ്ങളിൽ അധികരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ ഏപ്രിൽ മാസം 15-ാം തീയതി എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായി ഈ ഏപ്രിൽ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ ശനി നൽകുന്ന ഗുണകരമായ പല കാര്യങ്ങളും ഏറ്റുവാങ്ങുവാൻ പോകുന്ന രാശിക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. ഈ മകരം രാശിക്കാരായിട്ട് വരുന്ന പല വ്യക്തികളും ജീവിതത്തിൽ ഒന്നും വേണ്ട, കുറച്ച് മനസമാധാനം ലഭിച്ചാൽ മതിയെന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട്. കാരണം ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അത്രയേറെയാണ് നിങ്ങളെ പൊറുതിമുട്ടിക്കുന്നത്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം തന്നെ കടബാധ്യതകളും മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മതി എന്നുള്ളതാണ്. പക്ഷേ അതിന് നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ ഈ ഏപ്രിൽ മാസം 15-ാം തീയതി മുതൽ വളരെയേറെ ശുഭകരമായ പല കാര്യങ്ങളും കാണുവാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്രയേറെ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ആത്മവിശ്വാസം വളരെയേറെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കഠിന പരിശ്രമം തുടരുക തന്നെ ചെയ്യുക. തീർച്ചയായും വിജയങ്ങളും സാമ്പത്തിക ഉന്നമനങ്ങളും ഭാവിയെ തന്നെ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഇതിൽ തിരുവോണം നക്ഷത്രക്കാരെ പറ്റി എടുത്തു പറയാതെ വഴിയില്ല. ഇതുവരെ സങ്കടങ്ങളല്ലാതെ
ജീവിതത്തിൽ ഒന്നും തന്നെ അനുഭവിക്കുവാൻ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും നിങ്ങളെ വളരെയധികം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും നിങ്ങളെ വല്ലാതെ തളർത്തുന്നുണ്ട്. എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകില്ല. ഈ ഏപ്രിൽ മാസം 15-ാം തീയതി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ തുടക്കം കുറിക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. എന്തുകൊണ്ടും മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഏപ്രിൽ 15-ാം തീയതി ശനി നൽകുന്ന ഫലങ്ങൾ വളരെ ഗുണകരമായിരിക്കും. ഇനി അവസാനമായി ശനി നൽകുന്ന ഫലങ്ങൾക്കനുസരിച്ച് ഏപ്രിൽ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ വളരെ നല്ല ഒരു ദിവസമായി നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാർ അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം പല വ്യക്തികളും നിങ്ങളെ മാതൃകയാക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ കഴിയും. നിങ്ങളുടെ മാതൃകാപരമായ ഈ ഒരു പ്രവൃത്തി കണ്ട് എല്ലാവരും നിങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. മാത്രമല്ല, കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട വളരെയധികം മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആ ഒരു അവസ്ഥയിൽ നിന്നും മാറ്റം ലഭിക്കുവാനും നിങ്ങളുടെ കഴിവിനെ ബഹുമാനിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നടക്കുവാനും പോകുന്നതായി കാണുന്നുണ്ട്. എന്നാൽ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു ദിവസം, അതായത് ഏപ്രിൽ 15-ാം തീയതി പണം കൈകാര്യം ചെയ്യുന്നതിലും അതുപോലെ തന്നെ സാമ്പത്തികമായ ഇടപാടുകളിൽ ഏർപ്പെടുമ്പോഴും കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഉത്തമമായ ഫലങ്ങളായിരിക്കും നൽകുന്നത്. അതുപോലെ തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷവും ആരോഗ്യപരമായി വളരെ മെച്ചപ്പെട്ട സാഹചര്യങ്ങളുമായിരിക്കും ഈ ഏപ്രിൽ മാസം 15-ാം തീയതി ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളുടെ വീടുകളിലേക്ക് ബന്ധുക്കളുടെ ആഗമനം ഉണ്ടാവുകയും അവരോടൊപ്പം വളരെയധികം സന്തോഷത്തോടെ സമയം ചിലവഴിക്കുവാനുള്ള അവസരം നിങ്ങളുടെ ജീവിതത്തിൽ വരികയും ചെയ്യും. എന്തുകൊണ്ടും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ മറന്ന് മനസ്സ് സന്തോഷിക്കുവാനും നിങ്ങൾ സന്തോഷിക്കുന്നതിനനുസരിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.